ഹലോ ഗൈസ്, എല്ലാവർക്കും ഫിഫ്റ്റിംഗ് അക്കൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ബി ആർ നോർമൽ ഗൈസ്. അതിൽ നമ്മൾ നോ സ്കിൽ, നോ ഗൺ സ്കിൻ ആൻഡ് നോ കോസ്റ്റ്യൂം, ഇതൊന്നും ഇല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് പുയ്യ അടിക്കുമോ ഗൈസ്? നോക്കാം. റാങ്കിൽ കളിച്ച് മൈനസ് അടിക്കും ഗൈസ്, അതാണ് ഞാൻ കളിക്കാത്തത്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഉറപ്പായിരുന്നു ഗൈസ്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും റാങ്കിഡിലും ഇത് കളിക്കുന്നതായിരിക്കും. റാങ്കിഡിലും പിന്നെ ഗൈസ് ഞാൻ എൻ്റെ പേര് മാറ്റി FF കിങ് അക്കു എന്നാക്കി ഗൈസ്. നെയിം ചേഞ്ചിങ് കാർഡ് കിടപ്പുണ്ടായിരുന്നു. എനിക്ക് കുട്ടൻ ഡൈനാമിക് ആയി നെയിം ചേഞ്ചിങ് കാർഡ് കിടപ്പുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ പേരങ്ങ് മാറ്റി ഗൈസ്. കാരണം ഗൈസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ ഒരു സ്കിന്ന് പോലും ഇല്ല. ഞാൻ സ്കിന്നൊന്നും ഇട്ടിട്ടില്ല. ഞാൻ സ്കില്ല് ഇട്ടിട്ടുണ്ട് ഗൈസ്. അത് ഞാൻ എൻ്റെ ഇതിൻ്റെ സ്കില്ലൊന്നും ഇട്ടേക്കുന്നതാണ് ഗൈസ്. പെറ്റിൻ്റെ സ്കിന്ന് വലിയ ഉപയോഗമില്ലല്ലോ. പെറ്റ് സ്കില്ല് നമ്മൾ യൂസ് ചെയ്യാറില്ലല്ലോ ഗൈസ്. പെറ്റ് സ്കില്ല് നമ്മൾ ഉപയോഗിക്കാറില്ലല്ലോ ഗൈസ്. അതാണ് പെറ്റ് സ്കില്ല് എടുത്തിടാതെ പെറ്റ് സ്കില്ല് മാറ്റാതെ ഞാൻ കൂടുതൽ ഉപയോഗിക്കണം ഫാൽക്കണൊക്കെയാണ്. ഗൈസ്, ടെൻസ് ഞാൻ അപ്പോഴേ യൂസ് ചെയ്യാൻ കളഞ്ഞ തന്നെ ഗൈസ്. എന്താണ് നിങ്ങൾ പറയാനുള്ള ടെൻസ് യൂസ് ചെയ്ത ടെൻസ് കിടന്നല്ലോ. അത് പിന്നെ എന്തോന്ന് അടുത്ത് യൂസ് ചെയ്താൽ കളയും ഗൈസ്. ഇത് വേണ്ട, എനിക്ക് ആവശ്യമില്ല. നോ സ്കില്ല് ചലഞ്ച് വെച്ചേക്കണം. നോ സ്കില്ല്, നോ ഗൺ സ്കിൽ, ഇതൊക്കെ വെക്കുമ്പോൾ അമ്മമാർ ഇങ്ങനെ എനിക്ക് കൊണ്ടുവന്നാണോ? നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഗൈസ്. 3 കില്ല് 32 യുഗാസ്. എന്ത് വേണോ എവിടെ വേണോ സംഭവിക്കാം ഗൈസ്. ചിലപ്പോൾ നമ്മളൊരാൾ അടിച്ചിട്ടൊന്നും വരെയിരിക്കും ഗൈസ്. സോറി ഗൈസ്, അറിയാതെ കയറി വന്നേന്. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞതാണ് ഗൈസ്. നിങ്ങൾ മാക്സിമം ഈ മാച്ച് കളിക്കുമ്പോഴേ ഗൈസ്, നിങ്ങൾ മാക്സിമം ഈ സാധാ മെഡ് അതൊക്കെ ഒരു 5 10 എടുത്തിട്ട് കൂടുതൽ സൂപ്പർ മെഡ് ഇൻഹേലർ അതൊക്കെ എടുക്കാൻ നോക്കുക ഗൈസ്. കാരണം എന്തെന്നാ ഗൈസ്, ഞാൻ പറയാൻ കാരണം നമ്മളൊരു ഫൈറ്റ് വന്നാൽ ഈ സൂപ്പർ മെഡ് അടിച്ചിട്ട് കളിക്കണം ഗൈസ്. നമുക്ക് സൂപ്പർ മെഡ് അടിച്ചിട്ട് കളിക്കുമ്പോൾ ഗൈസ് ഹെൽത്ത് കൂടുകയും ചെയ്യും. അപ്പോൾ അടിക്കുമ്പോൾ അടിക്കാണ്ട് കിട്ടണമെങ്കിൽ ആ ഒത്തിപ്പോലെ ഹെൽത്ത് റീജണർ ആവുകയും ചെയ്യും. നമ്മളവന് ഈസിയായിട്ട് അടിച്ചിടും. അല്ലെങ്കിൽ ഇൻഹേലർ, നമ്മൾ മെഡില്ല ഇൻഹേലർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇരുന്ന് അടിക്കുക ഗൈസ്.
ഇതൊക്കെ പോട്ടെ, യൂസ് ചെയ്ത് കളയട്ടെ. ഞാൻ വണ്ടാവാനാണ് നോക്കിയത്. മാക്സിമം ഗൈസ് ബുയാണ് ഗൈസ് നോക്കുന്നത്. ചിലപ്പോൾ പ്ലേയേഴ്സ് വന്നെന്നിരിക്കും ഗൈസ്. ഞാൻ മാക്സിമം ബുയ്യ ഗൈസ് നോക്കുന്നത്, സ്കില്ല് നോക്കുന്നില്ല. ചിലപ്പോൾ പ്ലെയർ കാണാം ഗൈസ്, പറയാൻ പറ്റില്ല ഗൈസ്. ഇപ്പം നമ്മൾ പ്ലെയർ കാണൂല, നമുക്ക് എങ്ങനെ ചുമ്മാ അങ്ങ് കളിക്കാൻ നടക്കൂല ഗൈസ്. പ്ലെയേഴ്സ് കാണും ഗൈസ്. സ്കാർ എടുക്കും, ഞാൻ വണ്ട പഠിക്കണില്ല. സ്കാർ വെച്ച് ഞെക്കത്തില്ല. അപ്പോൾ അവിടെ ഒരു സൈലൻസർ എടുക്കണം ഗൈസ്, അത് എങ്ങനെയെങ്കിലും എടുക്കണമല്ലോ. ഇല്ല ഗൈസ്, എടുക്കാൻ പറ്റൂല. ഞാനിപ്പോൾ കൂടുതൽ 6 സൂപ്പർ മട്ടൊക്കെയാണ് കളക്ട് ചെയ്ത് വെച്ചേക്കണം. ആ പോയ പ്ലെയറാണ്, പക്ക പ്ലെയറാണ്. ഞാൻ എംജിക്ക് വേണ്ടിയ ഗസ്റ്റാണ് തപ്പണത്. ഞാൻ ഈ കളിക്കാൻ അറിയാം ഗൈസ്, പക്ഷേ ശ്വാസിച്ച് കൂടുതൽ കളിയൊന്നും കളിച്ചിട്ടില്ല. വല്ലപ്പോഴും 1-2 കളി അത്രേ ഉള്ളൂ ശ്വാസിച്ചിട്ട് കളിച്ചിട്ടുള്ളൂ ഗൈസ്. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി ഗൈസ്, ഇത് ഞാൻ റാങ്കിഡിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ഗൈസ്. അത് എന്തൊക്കെ വന്നാലും ഞാൻ റാങ്കിഡിൽ ജയിച്ച കാരണമായിരിക്കും. നിങ്ങൾ മാക്സിമം നിങ്ങൾ സ്കില്ല് ഇമ്പ്രൂവ് മുഖ്യം കൊടുക്കുക ഗൈസ്. എല്ലാ ചുമ്മാ സത്യം പറയല്ല ഗൈസ്, നിങ്ങൾ സ്കിന്നിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഗൈസ്. സ്കിന്നല്ല ഗൈസ് മുഖ്യം, നമുക്ക് വേണ്ട സ്കില്ലാണ് ഗൈസ്. സ്കില്ല് മുഖ്യം പിക്കില്ലേ. ഞാൻ ഉപ്പക്കറ നേരത്തെ അവിടെ നിന്ന് മാറ്റിയ ഗൈസ്. ഉപ്പക്കറ ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറില്ല ഗൈസ്. ഉപ്പക്കറ അവിടെ നിന്ന് മാറ്റിയല്ല, സോൺ നോക്കിയതാ ഗൈസ്. ഈ 3 പ്ലെയേഴ്സ് ഞാൻ ബാക്കി 2 പ്ലെയേഴ്സ് എന്ന് ഗൈസ് തോന്നണം. പ്ലെയേഴ്സ് ആണെങ്കിൽ എന്നൊക്കെ പിടിക്കും ഗൈസ്. മിക്കവാറും ഒക്കെ പിടിക്കാൻ ചാൻസ് ഇല്ല. ലൂട്ട് ബോക്സ് ആണോ പ്ലെയർ? അവിടെ ഉണ്ടല്ലോ ഗൈസ് പ്ലെയർ. ഈ ലൂട്ട് ബോക്സ് പോയേക്കണ വഴിയേ പോയാൽ ചിലപ്പോൾ കിട്ടും.
ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉണ്ട് guys. അവന് മര്യാദയ്ക്ക് നിന്നാൽ മതിയായിരുന്നു കേസ്. അവൻ ഇടങ്ങി സോണിൽ പോയേക്കണം. അപ്പോൾ കേസ് നമ്മൾ വിത്തൗട്ട് സ്കിൽ നമ്മൾ അടിച്ചിരിക്കുകയാണ് ഗായ്സ്. അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ ഗായ്സ്.